ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നബിദിന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയോ? എൻ്റെ കുട്ടിക്കാലാട്ടോ. ഞാൻ 5, 6 പഠിക്കുന്ന സമയത്ത് എനിക്കും പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ അന്ന് ആ ഒരു നൈറ്റിൽ ആ സ്റ്റേജിൽ നമുക്കൊരു പ്രോഗ്രാം അവതരിപ്പിച്ച് നമ്മൾ ഇറങ്ങിപ്പോരും. പക്ഷേ എൻ്റെ കൂടെ പ്രോഗ്രാം അവതരിപ്പിച്ച അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച മറ്റാരെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടും. അതായത് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് ഇപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ച കുട്ടിക്ക് ഇന്ന ആൾ നൽകുന്ന ഒരു പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ആ കുട്ടിയെ വേദിയിലോട്ട് ക്ഷണിച്ചു കൊള്ളുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. അത് കേട്ട ആ കുട്ടി സ്റ്റേജിലോട്ട് വരുന്നു, ആ ഗിഫ്റ്റ് ഒരു ഉസ്താദ് കൈമാറുന്നു, അവൻ ഇറങ്ങി പോരുന്നു. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. കാരണം ഞാനും ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു, ഇതൊരു മത്സരം ഒന്നുമല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നില്ല? അപ്പൊ ഞാനിങ്ങനെ അതിന്റെ അവസാനം വരെ നോക്കി കൂട്ടോ, ഉറങ്ങാതെ നിൽക്കും. ഗിഫ്റ്റ് കിട്ടുമോ, എനിക്ക് അങ്ങനത്തെ ഒരു ബോക്സ് എനിക്കും കിട്ടുമോ? പിന്നെയാണ് അതിന്റെ ആ എൻഡിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അവിടെ അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഒരു ഗ്ലാസോ പ്ലേറ്റോ ഒന്ന് കിട്ടും പോലെ എനിക്കും കിട്ടും ഒന്ന്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചുള്ള ഒരു കാര്യം, ഈ ഞാനൊരു എത്തീം ആയതുകൊണ്ടാവും. അപ്പോൾ എനിക്ക് പിന്നെയാണ് ആ യാഥാർത്ഥ്യം മനസ്സിലായത് കുറെ കഴിഞ്ഞപ്പോൾ. ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് ആ കുട്ടിയുടെ പാരൻസോ അല്ലെങ്കിൽ കസിൻസോ ആണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ആ കുട്ടി അറിയാതെ ഉണ്ടാക്കി അവിടെ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു മാസം നബിയുടെ ആ ഒരു ജനിച്ച ദിവസം, മരിച്ച ദിവസം, അതേ നബിയുടെ ഒരു വചനമുണ്ട്, നിങ്ങൾ നിങ്ങളെ മക്കളെ ചേർത്ത് പിടിക്കരുത്, താലോലിക്കരുത്. എപ്പോ ഒരു എത്തീമിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത്. കാരണം എത്തീമിന് അത്രയും വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ മക്കളെ താലോലിക്കരുത് എന്ന് പറഞ്ഞ നബിയുടെ ജന്മദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ, ഒരു സമ്മാനം നിങ്ങൾ ആ കുട്ടിക്ക് ഒരു വർണ്ണക്കടലാസിൽ തയ്യാറാക്കുമ്പോൾ, അപ്പൊ നിങ്ങളെ മക്കളെ പോലെ തന്നെ ആ മദ്രസയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ മദ്രസയിൽ പ്രോഗ്രാമുള്ള 1, 2 എത്തീം കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടി ഉണ്ടാവാം. ആ കുട്ടിനെയും കൂടിയും ചേർത്ത് പിടിച്ച് അവൻക്കും കൂടിയും ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി, ഒരു പേന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, അതൊരു ബോക്സിലാക്കിയിട്ട് അതൊരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആ കുട്ടി അറിയാതെ കുട്ടി കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. അപ്പോഴല്ലേ നബി തങ്ങൾ പറഞ്ഞ ആ ഒരു വചനം പൂർത്തിയാവുന്നുള്ളൂ. അല്ലേ? ഓൾ ദി ബെസ്റ്റ്.